അഭിലാഷ്, ഇതിനകത്ത് ഒരു കാര്യം ചോദിക്കട്ടെ. അതായത് പൊതുജനങ്ങൾ ചിന്തിക്കുന്നതിന് നേരെ വിപരീതമായിട്ട് പാർട്ടി ചിന്തിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഇവിടെ ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടായി. രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ടാണ്. അത് വളരെ വൈകാരികമായ ഒരു പ്രശ്നമാണ്. അവിടെ ടി.ഐ. മധുസൂദനെ മാറ്റി നിർത്തിയാൽ എന്താണ് കുഴപ്പമെന്ന് ഞാൻ കണ്ണൂരുള്ള എനിക്കറിയാവുന്ന ഒരു നേതാവിനോട് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അപ്പോൾ ടി.ഐ. മധുസൂദനെ മാറ്റി നിർത്തിയാൽ ടി.ഐ. മധുസൂദൻ എന്തോ കുഴപ്പം കാണിച്ചു എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കും, അത് പാർട്ടിക്ക് വലിയ കുഴപ്പമുണ്ടാക്കുന്നു പറഞ്ഞു. പക്ഷെ നേരെ തിരിച്ചല്ലേ സംഭവിച്ചത്? അതേ വിഷയം തന്നെയാണ്. ജനങ്ങൾ ഇപ്പൊ ശരിയായി ധരിച്ചിട്ടുണ്ടെന്നാണല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ CPM-ന് എപ്പോഴും ഇത്തരത്തിലുള്ള തെറ്റായ തിയറികളുണ്ട്. അത് ഈ പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ കുറിച്ച് മാത്രം ചിന്തിക്കുകയും അതിനപ്പുറമുള്ള ജനങ്ങളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും അവരെങ്ങനെ ആലോചിക്കുന്നു, അവരുടെ ചിന്ത എന്താണെന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാതെ എടുക്കുന്ന തീരുമാനങ്ങളാണ് ഇത്തരത്തിലുള്ള കുഴപ്പത്തിൽ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന്റെ പ്രതികരണമുണ്ടല്ലോ, ഞങ്ങൾ പാർട്ടിയെ ബോധ്യപ്പെടുത്തും, പാർട്ടി അണികളെ ബോധ്യപ്പെടുത്തുന്നതാണ്, പൊതുമത്തിന് മുന്നിലല്ല. അല്ല, നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത പണം അത് ഞങ്ങൾ പുറത്ത് പറയില്ല എന്നുള്ള. നാട്ടുകാരല്ല, അവിടെ പാർട്ടിക്കാരിൽ നിന്ന് പിരിച്ചെടുത്ത പണമാണ്. അത് പാർട്ടിക്കാരെ ബോധ്യപ്പെടുത്താൽ മതി എന്നുള്ളതായിരുന്നു. ജില്ലയിൽ നിന്നൊരു വലിയ സർപ്രൈസ്. ചാത്തന്നൂരിൽ നിന്നിതാ ഒരു BJP അംഗം നിയമസഭയിലേക്ക്. ചാത്തന്നൂരിൽ 13 റൗണ്ട് പൂർത്തിയായപ്പോൾ 3334 വോട്ടുകൾക്ക് BB ഗോപകുമാർ ലീഡ് ചെയ്യുകയാണ്. ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. അത് ക്ലൈമാക്സിൽ സ്വാഭാവികമായും ചാത്തന്നൂരിൽ ഒരു BJPക്ക് താമര വിരിയാനുള്ള സാഹചര്യം തന്നെ. നേരത്തെ നമ്മൾ ആ പഞ്ചായത്തിന്റെ ഇക്വേഷൻ ഒക്കെ പറഞ്ഞല്ലോ. അപ്പോൾ താമര വിരിയുന്നു, സംസ്ഥാനത്ത് താമര വിരിയുന്നു. ചാത്തന്നൂരിൽ BJP ജയിക്കാനുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ആദ്യത്തെ മന്ത്രി അല്ലേ? ഈ MLA-മാരുടെ ജനപ്രീതി അനുസരിച്ച് MLA-മാരെ അല്ലെങ്കിൽ വീണ്ടും ഫീൽഡ് ചെയ്തതിനെ കുറിച്ച്. പക്ഷേ ആദ്യ തവണ മത്സരിച്ചതാണ് തിരുവമ്പാടിയിൽ ലിൻഡോ പരാജയപ്പെടുകയാണ്. CK കാസിം വിജയിച്ചതായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. 6741 വോട്ടിനാണ് അവിടെ CK കാസിം വിജയിച്ചിരിക്കുന്നത്. 6741. 15 റൗണ്ടും പൂർത്തിയായി. അത് ലിൻഡോയുടെ ജനപ്രീതിയുടെ കുറവോ അല്ലെങ്കിൽ ലിൻഡോ നടത്തിയ പ്രവർത്തനമോ അല്ലെങ്കിൽ ലിൻഡോയെ കുറിച്ച് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു മൊത്തത്തിലുണ്ടായ ഒരു വികാരം അല്ലെങ്കിൽ മൊത്തത്തിൽ വേവിനകത്ത് ലിൻഡോയും ഒലിച്ചു പോയിരിക്കുന്നു. 101-37-2 ഇതാണ് നിലവിലെ ടാലി. കേരളത്തിന് 140-ൽ ഇതാണ് ടാലി. ഒരു ഭാഗത്ത് സെഞ്ചുറി പ്ലസ് ആയി UDF നിൽക്കുമ്പോൾ മറുഭാഗത്ത് ഹാഫ് സെഞ്ചുറിക്ക് അരികിലേക്ക് പോലും എത്താൻ LDF-ന് കഴിയുന്നില്ല. NDA ഇപ്പോൾ 2-ലാണ്. അതിൽ മാറി മറയുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷെ നേമത്ത് ഒരു തവണ പോലും വി ശിവൻകുട്ടി മുന്നിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വിജയം ഉറപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? തീർച്ചയായിട്ടും. ഒപ്പം കാഞ്ഞങ്ങാട് ജയം ഡിക്ലെയർ ചെയ്തിരിക്കുന്നു ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. വളരെ ജെനുവിനായ ഓർഗാനിക് ആയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ. 15316 വോട്ടുകൾക്ക് വിജയിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് നിന്ന് കേരള നിയമസഭയിലേക്ക്. എലത്തൂരിൽ വിദ്യാബാലകൃഷ്ണന്റെ ഭൂരിപക്ഷം 7826 ഇനി 3 റൗണ്ട് എണ്ണാൻ ബാക്കിയുണ്ട്. ഈ ചാത്തന്നൂരിൽ എന്ത് സംഭവിക്കുന്നു? കണ്ണനാരുണ്ടോ? ചാത്തന്നൂരിൽ എന്ത് സംഭവിക്കുന്നു? ചാത്തന്നൂരിൽ താമര വിരിയുകയാണോ? BB ഗോപകുമാർ ലീഡ് ചെയ്യുകയാണ്. ചാത്തന്നൂരിൽ LDF-ന്റെ സിറ്റിംഗ് സീറ്റിൽ BB ഗോപകുമാർ ലീഡ് ചെയ്യുന്നു. ഇനി 4 റൗണ്ടുകൾ രാജേന്ദ്രൻ പിന്നിൽ. 16 റൗണ്ടിൽ 12 റൗണ്ട് എണ്ണി കഴിഞ്ഞു. ഇനി 4 റൗണ്ടുകൾ ബാക്കിയുണ്ട്. ആ 4 റൗണ്ടുകളിൽ BB ഗോപകുമാറിന് ഈ ലീഡ് നിലനിർത്താൻ കഴിയുമോ അതോ മാറ്റം മറിച്ചിൽ ഉണ്ടാകുമോ? കണ്ണൻ പറയൂ. ഈ മാറ്റമറിച്ചുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വിരളമാണ്. ഇനി ഒരു റൗണ്ട് കൂടി മാത്രമാണ് എണ്ണാനുള്ളത്. പോളിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള വിവരം, കൗണ്ടിംഗ് സ്റ്റേഷനിൽ നിന്നുള്ള വിവരം പറയുമ്പോൾ ഒരു 14 ബൂത്തുകൾ കൂടിയാണ് എണ്ണാനുള്ളത്. അത് എണ്ണുമ്പോൾ BJPക്ക് സ്വാധീനമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വിജയത്തിലേക്ക് BJP പോകുന്നു, NDA പോകുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ജയിക്കാൻ പോകുന്ന 2ാമത്തെ മണ്ഡലമായി കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ മാറുന്നു. ചാത്തന്നൂരിൽ താമര വിരിയുകയാണ്. ചാത്തന്നൂരിൽ കല്ലുവാതുക്കലാണ് അവസാനം വേണ്ടുന്നത്. കല്ലുവാതുക്കലിൽ സ്വാഭാവികമായി ലീഡ് ചെയ്യുമോ? തീർച്ചയായിട്ടും കല്ലുവാതുക്കലിൽ അവസാന റൗണ്ട് എണ്ണുകയാണ്. 14 ബൂത്തുകളാണ് ഈ അവസാന റൗണ്ടിലുള്ളത്. അത് അവിടെ തീർച്ചയായിട്ടും BJP ലീഡ് ചെയ്യാനുള്ള സാധ്യത തന്നെയാണ്. കാര്യം കഴിഞ്ഞ തവണ BJP ഭരിച്ച പഞ്ചായത്താണ്. ഇത്തവണ 7 പഞ്ചായത്ത് അംഗങ്ങളുള്ള പഞ്ചായത്ത് കൂടിയാണ്. നിയമസഭയിലേക്ക് വരുമ്പോൾ BB ഗോപകുമാർ അവിടുത്തുകാരൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം കൂടി അവിടെ വോട്ടായി മാറാനുള്ള സാധ്യത ഏറെയാണ്. ചിറയൻകീഴില് ഫോട്ടോ ഫിനിഷാണ്. 3 വോട്ടിന് മാത്രമാണ് ഇപ്പോൾ LDF അവിടെ ലീഡ് ചെയ്യുന്നത്. അത് മറിയാം. ഈ കൊല്ലം ജില്ലയിൽ 2ാമത്തെ ഒരു സീറ്റായിരിക്കും. അതായത് BB ഗോപകുമാർ ജയിക്കുകയാണെങ്കിൽ 3ാമത്തെ പ്രാവശ്യം മത്സരിച്ച് 3ാമത്തെ പ്രാവശ്യം വിജയം നേടുന്നത്. 2016-ൽ BDJS ആയിട്ട് മത്സരിക്കുന്നു. 2021-ൽ BJP, ഇപ്പോൾ വീണ്ടും BJP. അതുപോലെ തന്നെ ഉല്ലാസ് കോവൂരിന്റെ കാര്യം. ഉല്ലാസ് കോവൂർ 3ാമത്തെ തവണയാണ് മത്സരിക്കുന്നത്. ഉല്ലാസ് കോവൂർ വിജയിക്കും എന്നുള്ള കാര്യം ഉറപ്പായിരിക്കും. ചാത്തന്നൂരിൽ താമര വിരിയുന്നു എന്നത് ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന വാർത്തയാണ്. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുകയാണ്.